ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ബാങ്കിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിൽ പാർട്ട്ണർഷിപ്പ് ഫേംസിന് വേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടിൻ്റെ ക്രൈറ്റീരിയാസും ആ ഒരു അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേംസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം എന്തല്ലേ, രണ്ടിൽ കൂടുതലോ ആൾക്കാർ ചേർന്ന് തുടങ്ങുന്ന അതിൻ്റെ പ്രോഫിറ്റ്സ് ആയാലും ലോസ് ആയാലും അത് ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഫേംസിനാണ് എന്തെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേംസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേമുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത് അല്ലേ. ഇവരുടെ ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോയിൻ്റ്ലി, പിന്നെ എന്താണ് ജോയിൻ്റ്ലി സെവറലി ഇവർ ലൈബിൾ ആയിരിക്കും, അൺലിമിറ്റഡ് ആയിരിക്കും ഇവരുടെ ലൈബിലിറ്റി നമുക്കറിയാം. അത് മാത്രമല്ല പാർട്ട്ണർഷിപ്പ് ഫേംസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്സ് ഉണ്ടല്ലേ. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കറിയാം ലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും. പിന്നെ എന്താണ്, 2009 ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്ണർഷിപ്പ് കോൺസെപ്റ്റ് എന്താണ് നമുക്ക് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത് സാധാരണ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസമുള്ളതായിരിക്കും. എന്താണ് അവിടെ ലൈബിലിറ്റി എന്ന് പറയുന്നത്, പാർട്ട്നേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. അതൊരു കമ്പനിയുടെ തന്നെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിലായിരിക്കും ഇത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് വരുന്നത് അല്ലേ. അത് പ്രത്യേകമായിട്ട് നിലനിൽക്കുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിരിക്കും. പാർട്ട്നേഴ്സിൻ്റെ ഡെത്തോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ എന്താണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ, ലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫേംസ് സാധാരണ അതിൻ്റെ പാർട്ട്നേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ട്നേഴ്സിൻ്റെ ഡെത്ത് ആയാലും അവരുടെ ഇൻസോൾവൻസി ആയാലും എന്ത് തന്നെ ആയാലും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ അത് ബാധിക്കുകയും അവരുടെ എന്താണ് ഡിസോൾവ് ചെയ്യുന്നതിലേക്ക് അതിനെ വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ എന്താണ് ഈ ഒരു പാർട്ട്ണർഷിപ്പുമായിട്ട് പാർട്ട്നേഴ്സ് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേംസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അവർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ബാങ്കുകൾ എന്തൊക്കെ അവരിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം, പിന്നെ പാർട്ട്നേഴ്സ് ആവാൻ പറ്റുന്ന ആൾക്കാരുടെ കേസ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ആവാൻ പറ്റുന്ന ആൾക്കാരുടെ കേസ് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത് മൈനേഴ്സിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ മൈനേഴ്സിനെ നമുക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി അവരെ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യിക്കാമെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അവരൊരിക്കലും വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷേ അവർക്ക് ബെനിഫിറ്റിന് വേണ്ടി എന്ത് ചെയ്യാം, അവരെ പാർട്ട്ണർഷിപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പക്ഷേ അവരുടെ മെജോറിറ്റി അവർ അറ്റൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ലീഗൽ നോട്ടീസ് ഫയൽ ചെയ്ത് അവർ ഈ പാർട്ട്ണർഷിപ്പിൽ ഇനിയും തുടരുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിനെ വിട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് നോക്കാം എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. നമ്മൾ പറഞ്ഞു രണ്ടിൽ കൂടുതലോ ആൾക്കാർ എന്ത് ചെയ്യുകയാണ്, ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ എന്താണ് അവിടുത്തെ പ്രോഫിറ്റ് ആയാലും ലോസ് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് സഹിച്ചു കൊള്ളാം എന്നുള്ള രീതിയിൽ വരുന്നതാണ് എന്ത് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ലോ റിലേറ്റിംഗ് ടു പാർട്ട്ണർഷിപ്പ് ഫേംസ് ഇസ് കോഡിഫൈഡ് ഇൻ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് എന്ത് പാർട്ട്ണർഷിപ്പ് ഫേമുകൾ എന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. ഓക്കെ, ഇനി എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് നമ്മൾ പറയുകയാണ്. നമ്മൾ പറഞ്ഞു partnership is the relationship between two or more persons who agree to share the profits or losses from a business carried on by all or any of them acting for all. അപ്പോൾ എന്താണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more persons. ഓക്കെ, രണ്ടിൽ കൂടുതലോ ആൾക്കാർ തമ്മിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുമ്പോൾ. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്, ദേ അഗ്രീ ടു ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസസ് ഫ്രം ദ ബിസിനസ്. ഓക്കെ, ആ ഒരു നടത്തുന്ന പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് ആയാലും ലോസ് തന്നെ ആയാലും എന്ത് തന്നെ ആയാലും അത് എന്ത് ചെയ്യാൻ, അത് ഷെയർ ചെയ്യാൻ അഗ്രി ചെയ്യുന്ന രണ്ടിൽ കൂടുതലോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫേമാണ് എന്തെന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഇനി ഇത് പ്രവർത്തിക്കുന്ന എന്താണ്, ക്യാരിഡ് ഓൺ ബൈ ഓൾ. ഓക്കെ, ഈ ഒരു ചേരുന്ന പാർട്ട്നേഴ്സ് എല്ലാവരും ചേർന്നോ ഇല്ലെങ്കിൽ എന്താണ് എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഓക്കെ, ഈ ഒരു എല്ലാവർക്കും വേണ്ടി ചിലർ മാത്രം ആക്ട് ചെയ്തുകൊണ്ടോ എന്ത് നടത്താം, പാർട്ട്ണർഷിപ്പ് ഫേമുകൾ നടത്താമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചേർന്നോ, ഈ ചേരുന്ന പാർട്ട്നേഴ്സ് എല്ലാവരും ചേർന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി കുറച്ച് പേര് അല്ലെങ്കിൽ ഒരാളോ എന്ത് ചെയ്യുന്ന ഈ ഒരു ഫേം നടത്തിക്കൊണ്ട് പോകുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more persons who agree to share the profits and losses from a business carried on by all or any of them acting for all. ഓക്കെ, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി
പാർട്ണർഷിപ്പ് ഫേമുകൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോഴുള്ള കേസുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഫേം എന്താണെന്ന് നമ്മൾ പഠിച്ചു, അത് ഏത് ആക്ട് പ്രകാരമാണ് അഡ്മിനിസ്റ്റർ ചെയ്തിരിക്കുന്നത് പഠിച്ചു. ഇനി ഇവിടെ ലൈബിലിറ്റി നമുക്കറിയാം എന്താണ്, അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ് പാർട്ണർഷിപ്പ് ഫേംസിന് വരുന്നത്. അത് മാത്രമല്ല അവരെല്ലാവരും ജോയിൻ്റ്ലിയും സെവറലിയും എന്തായിരിക്കും, ലൈബിൾ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ വ്യത്യാസം വരുന്ന സാധനമാണ് എന്ത്, ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലേ. ഇനി എന്താണ്, പാർട്ട്നേഴ്സായിട്ട് ആരെയൊക്കെ അഡ്മിറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. പാർട്ട്നേഴ്സായിട്ട് നമ്മൾ എന്താണ്, ലീഗൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കുന്ന എല്ലാ വ്യക്തികളെയും എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സായിട്ട് നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. അപ്പോൾ ലീഗൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ പഠിച്ചു. സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിന് മുന്നത്തെ ആൾക്കാർ നമ്മൾ പഠിച്ചു അല്ലേ. ലീഗൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റാത്ത ആൾക്കാരെ ഒന്നും എന്തായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പാർട്ട്നേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് മെയിനായിട്ട് നമ്മൾ മൈനർ ആയാലും ഇൻസെയിൻ പേഴ്സൺ ആയാലും പിന്നെ എന്താണ് ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പാർട്ണർഷിപ്പ് ഫേംസിൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ്, KYC documents include registration certificate, partnership deed, and officially valid documents for persons having authority to operate the account. Okay, അപ്പോൾ ശ്രദ്ധിച്ചോണം, എന്താണ്, ഒരു പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടി അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവിടെ ബാങ്ക് ആവശ്യപ്പെടുന്ന KYC ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം അതിനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് അല്ലേ. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്, അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ് അല്ലേ. ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ വന്നിരിക്കുന്ന പാർട്ട്നേഴ്സ് അവരുടെ റൈറ്റ്സ്, അവരുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്, ഇവർ തമ്മിലുള്ള വ്യവസ്ഥകൾ എന്തെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്, എന്താ ലീഗൽ ഡോക്യുമെൻ്റാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, അത് രജിസ്റ്റർ ചെയ്യാം ചെയ്യാതിരിക്കാം. ഓക്കെ, അത് ശ്രദ്ധിച്ചോളണം. ഒരു പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എന്താണ്, പാർട്ണർഷിപ്പ് ഫേമിൽ വരുന്ന പാർട്ട്നേഴ്സിൻ്റെ ഒരു ലീഗലായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു എന്താണ്, ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലീഗലായിട്ട് കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് കിട്ടും. ഈ ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആയാലും പിന്നെ എന്താണ് അവർക്ക് ഈ ഒരു ഫേമിലുള്ള ഒബ്ലിഗേഷൻസ് ആയാലും അവരുടെ റൈറ്റ്സും ഡ്യൂട്ടീസും എല്ലാം പറഞ്ഞിരിക്കുന്നത് എവിടെയായിരിക്കും, പാർട്ണർഷിപ്പ് ഡീഡിലായിരിക്കും അല്ലേ. പിന്നെന്താണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇടണം. പിന്നെന്താണ് ഈ ഒരു അക്കൗണ്ട്, ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ ഒഫീഷ്യൽ വാലിഡ് ID ഡോക്യുമെൻറ്റ്സും എന്ത് ചെയ്യും, ഈ ഒരു ബാങ്ക് KYC ഡോക്യുമെൻ്റ് ആയിട്ട് ആവശ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ KYC ഡോക്യുമെൻറ്റുകളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്, അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാർട്ണർഷിപ്പ് ഡീഡ്, പിന്നെ എന്താണ് ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഓഫ് പേഴ്സൺസ് ഹാവിംഗ് അതോറിറ്റി ടു ഓപ്പറേറ്റ് ദി അക്കൗണ്ട്. ഓക്കെ, ഇനി എന്താണ്, ദി അക്കൗണ്ട് ഷുഡ് ബി ഇൻ ദ നെയിം ഓഫ് ദി ഫേം ആൻഡ് നോട്ട് ഇൻ ദ നെയിം ഓഫ് ദി പാർട്ട്നേഴ്സ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്താണ്, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നില്ലേ, നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം, അത് പാർട്ട്നേഴ്സിൻ്റെ പേരിലാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ പേരിൽ ഒരിക്കലും ഒരു പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല. ആ ഒരു അക്കൗണ്ടിൻ്റെ പേരെന്ന് പറയുന്നത് ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം ഈ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ടതും. ഇനി ശ്രദ്ധിക്കുക, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഷുഡ് ബി സൈൻഡ് ബൈ ഓൾ പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിംഗ് സ്ലീപ്പിംഗ് പാർട്ണർ അല്ലേ. എന്താണ്, ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ഫോം എല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അത് സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയാൽ പോലും എന്ത് ചെയ്യണം, സൈൻ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്താണ് സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറയുമ്പോൾ, സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറയുമ്പോൾ എന്താണ്, അയാൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിലോ മാനേജ്മെൻറ്റിലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൈ കടത്തുന്നില്ല അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചു, എല്ലാവരും ഒരുമിച്ചൊരു പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ആക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും വേണ്ടി ഒരാൾ ആക്ട് ചെയ്യുകയോ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മാറി നിൽക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, അവർ ക്യാപിറ്റൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, പൈസ മാത്രം കൊടുക്കും, പക്ഷേ അതിൻ്റെ അഡ്വാൻറ്റേജ് അതുപോലെ എടുക്കും. എന്നാൽ ഇതിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിലോ ഇതിൻ്റെ മാനേജ്മെൻറ്റിലേക്കോ എന്ത് ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള കൈകടത്തലും നടത്തുന്നില്ല. ഓക്കെ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ഒരു അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം, ആ അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം, ഒരു പാർട്ട്ണറിൻ്റെയും പേരിൽ തുടങ്ങാൻ പാടില്ല. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്, ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ എല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിരിക്കണം. അത് സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയാൽ പോലും എന്ത് ചെയ്യണം, സൈൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, മറ്റൊരു പോയിന്റ് ആണ്, മൈനർ ഓർ ഹിസ് ഗാർഡിയൻ ഓക്കെ നീഡ് നോട്ട് ടു ബി സൈൻ ഇൻ ദി അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം. ഓക്കെ, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ എന്ത് ചെയ്യേണ്ട, ഒരു ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ള മൈനറോ അയാളുടെ ഗാർഡിയനോ, ഓക്കെ മൈനർ എന്താണ് 10 വയസ്സിന് താഴെയാണെങ്കിൽ അയാളുടെ ഗാർഡിയൻ ആയിരിക്കും എന്ത് ചെയ്യുന്ന ഒപ്പിടുന്നത് അല്ലേ. അപ്പോൾ മൈനറോ അയാളുടെ ഗാർഡിയനോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈനറിനെ നമുക്ക് എന്ത് ചെയ്യാം, വാലിഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കാത്ത ഒരാളാണ് എന്ത്, മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഏർപ്പെടാൻ സാധിക്കാത്ത ഒരാളാണ്. ഓക്കെ, വാലിഡായിട്ട് അയാൾക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കത്തില്ല. ഓക്കെ, പക്ഷേ നമുക്കൊരു ബെനിഫിറ്റിന് വേണ്ടി എന്ത് ചെയ്യാം, ഒരു മൈനറിനെ നമുക്ക്
പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കേസുകളിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ മൈനർ ഒപ്പിടേണ്ട ആവശ്യകത ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാ പാർട്ണറുകളും ഒപ്പിട്ടിരിക്കണം. സ്ലീപ്പിംഗ് പാർട്ണർ ഉൾപ്പെടെ എല്ലാ പാർട്ണറും ഒപ്പിട്ടിരിക്കണം. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ആ ഒരു ഫേമിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം, മറ്റൊരു പാർട്ണറിൻ്റെയും പേരിലാകാൻ പാടില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ദ ബാങ്കർ ഷുഡ് എക്സാമിൻ ദ പാർട്ണർഷിപ്പ് ഡീഡ് thoroughly and make sure that the number of partners does not exceed the prescribed limit. അല്ലേ? അപ്പോൾ ഈ ബാങ്കർ എന്ത് ചെയ്യണം? ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? തറലി എക്സാമിൻ ചെയ്യേണ്ടത് ആവശ്യകതയാണ്. പിന്നെന്താണ്? ഈ ഒരു പാർട്ണർഷിപ്പിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ലിമിറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് കൃത്യം പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിന് മുകളിൽ പോയിട്ടില്ല എന്ന് എന്ത് ചെയ്യണം? ബാങ്കർ ഉറപ്പ് വരുത്തണം. അല്ലേ? അപ്പോൾ ഇപ്പോൾ എത്രയാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇപ്പോഴത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് 50 പേഴ്സൺസ് ആണ് കേട്ടോ. 50 പേഴ്സൺസ് ആണ് എന്താ ഇപ്പോഴത്തെ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിന് മുകളിൽ എന്ത് പോകാൻ പാടില്ല? പാർട്ണർഷിപ്പിൻ്റെ ആൾക്കാരുടെ എണ്ണം പോകാൻ പാടില്ല എന്ന് എന്ത് ചെയ്യണം? ബാങ്കർ കൃത്യമായിട്ട് പാർട്ണർഷിപ്പ് ഡീഡ് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് അത് ഉറപ്പ് വരുത്തേണ്ടത് ബാങ്കറിൻ്റെ ചുമതലയാണ്. ഓക്കെ, അടുത്തതായിട്ട് ശ്രദ്ധിക്കുക. ദി അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഷുഡ് സ്റ്റേറ്റ് ആസ് ഹൂ വിൽ ഓപ്പറേറ്റ് ദ അക്കൗണ്ട് ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി ഓപ്പറേറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് KYC ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ ഓക്കെ, അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം? ബാങ്ക് KYC ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്ത് വെക്കണം. അല്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് KYC ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് അതിനോടൊപ്പം വെച്ച് കൊടുക്കണം. അത് മാത്രമല്ല, നമ്മൾ എന്താണ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം ആരൊക്കെയാണ് ഹു ഓൾ വിൽ ഓപ്പറേറ്റ് ദി അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ മെൻഷൻ ചെയ്തിരിക്കണം. അത് സിംഗിൾ ആയിട്ടാണെങ്കിലും ജോയിൻ്റ് ആയിട്ടാണെങ്കിലും എത്ര പേര് അത് മാനേജ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരാൾ മാത്രമായിരിക്കും ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിൽ ഒരു 10 പേരുണ്ടെങ്കിൽ 5 പേർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ജോയിൻ്റ്ലി ആണോ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടാണോ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്താണ് മാനേജ് ചെയ്യാൻ പോകുന്നത്, അത് കൃത്യമായിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് ആ മാനേജ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങളെല്ലാം അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ കൊടുത്തിരിക്കണം. അവരുടെ എല്ലാം ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് KYC ഡോക്യുമെൻ്റ് ആയിട്ട് ബാങ്ക് ഒബ്റ്റെയിൻ ചെയ്യുകയും വേണമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ബാങ്കർ ഷുഡ് ഒബ്റ്റെയിൻ എ മാൻഡേറ്റ് റിഗാർഡിംഗ്. ശ്രദ്ധിച്ചോളാം. The banker should obtain a mandate. Okay, mandate regarding the name of the partners who is authorized to draw checks, endorse, make and accept a bill of exchange and a promissory note and mortgage the firm's property. Okay, അപ്പോൾ ഫേമിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഫേമിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അത് മാത്രമല്ല, ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടി എന്താണ് ചെക്ക് ഡ്രോ ചെയ്യാനും അത് എൻഡോസ് ചെയ്യാനും പിന്നെ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് എന്നിവ മേക്ക് ചെയ്യാനോ അക്സെപ്റ്റ് ചെയ്യാനോ അധികാരപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ, പിന്നെ എന്താണ് ഫേമിന് വേണ്ടി മോർഗേജ് ചെയ്യാൻ അധികാരമുള്ള ആൾക്കാർ, ഇവരുടെ എല്ലാം മാൻഡേറ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ബാങ്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓതറൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണം. അത് കൂടാതെ ഈ ഒരു കാര്യം എന്താണ്? ഡ്രോ ചെയ്യാൻ അധികാരമുള്ളവർ, പിന്നെ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ അധികാരമുള്ളവർ, എൻഡോസ് ചെയ്യാൻ അധികാരമുള്ളവർ, ഇവരുടെ എല്ലാവരുടെയും എന്ത് ചെയ്യണം? ഇവരെ ഓതറൈസ് ചെയ്തുകൊണ്ട് ആ ഒരു പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഒരു മാൻഡേറ്റ് എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു ബാങ്കർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? മാൻഡേറ്റ് കൊടുത്താൽ മാത്രമല്ലേ നമുക്ക് ഈ ഒരു എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു ഓതറൈസേഷൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അല്ലേ? ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ഞാനൊരു പാർട്ണർഷിപ്പ് ഫേമിലുള്ള ആളാണെന്ന് വെക്കുക. ഓക്കെ, ഒരു 10 പേരുള്ള പാർട്ണർഷിപ്പ് ഫേമിലുള്ള ആളാണ്. അപ്പോൾ എനിക്കാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു പാർട്ട്നേഴ്സിൻ്റെ എല്ലാം ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എന്താണ്? ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന അവസരമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും അവരെന്താണ് എനിക്ക് തരുന്നത്? ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള മാൻഡേറ്റ്, അധികാരം തരികയാണ്. അല്ലേ? ആ ഒരു മാൻഡേറ്റ് തരികയും ആ ഒരു മാൻഡേറ്റ് പ്രകാരമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അവരുടെ എല്ലാവരുടെയും ഏജൻ്റായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അധികാരമുള്ള ആൾക്കാരുടെ പേര് കൊടുക്കുന്നതോടൊപ്പം തന്നെ ബാങ്ക് എന്ത് ചെയ്യണം? ആ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഇയാൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു അതോറിറ്റിയുടെ മാൻഡേറ്റ് കൂടി എന്ത് ചെയ്യണം? വാങ്ങിയെടുക്കണമെന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക. നോ ഓപ്പറേഷൻ ടു ബി അലൗഡ് ബൈ ദ പാർട്ട്ണർ ഇൻ ഹൂസ് ഫേവർ അതോറിറ്റി ഈസ് നോട്ട് അവൈലബിൾ ബട്ട് ഹി ക്യാൻ സ്റ്റോപ്പ് ദി ഓപ്പറേഷൻ. ശ്രദ്ധിക്കുക. എന്താണ്?
ഇപ്പോൾ ഞാൻ പറഞ്ഞു 10 പേരുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമാണെന്ന് വെക്കുക. ഓക്കെ, അതിൽ 5 പേർക്ക് എന്തുണ്ട്, പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും അവിടെ ചെക്ക് ഡ്രോ ചെയ്യാനും എൻഡോസ് ചെയ്യാനും പിന്നെ എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് ഇവയെല്ലാം കൈകാര്യം ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ അധികാരത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാൻഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന മാൻഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൻഡേറ്റും എല്ലാം എന്താണ് ബാങ്ക് ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആൾക്കാരെല്ലാം ബാങ്കിന് അറിയുകയും ചെയ്യാം. ബാക്കിയുള്ള 5 പേരുണ്ടല്ലോ, ഈ ഒരു അധികാരം കിട്ടാത്ത, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അധികാരം കിട്ടാത്ത ബാക്കിയുള്ള 5 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഈ ഒരു ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ നോ ഓപ്പറേഷൻ ടു ബി അലൗഡ് ബൈ ദ പാർട്ട്ണർ ഇൻ ഹൂസ് ഫേവർ അതോറിറ്റി ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ അതോറിറ്റി ഇല്ലാത്ത പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഓപ്പറേഷൻസിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഓപ്പറേഷൻസ് കൃത്യമായിട്ട് അതോറിറ്റി ചെയ്ത് കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഈ ഒരു ഓപ്പറേഷൻസ് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്, സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന ഓപ്പറേഷൻസ് നടത്തിയെടുക്കാനുള്ള അധികാരം എന്തില്ല, ഈ ഒരു അതോറിറ്റി കൊടുത്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇല്ലെങ്കിൽ പോലും അതിൽ നടക്കുന്ന ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം, ഓക്കെ, അത് ആ ഒരു അതോറിറ്റി കൊടുത്തിട്ടുള്ള ആളാവാം ആവാതിരിക്കാം. ഓക്കെ, അങ്ങനെ ഈ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും എന്തുണ്ട്, ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അതിപ്പോൾ അതോറിറ്റി എന്താണ്, ഈ ഒരു മാൻഡേറ്റ് ഉള്ള ആളാവാം ഇല്ലാത്ത ആളാവാം. ഓക്കെ, പാർട്ട്നേഴ്സിന് എല്ലാവർക്കും എന്തുണ്ട്, ഈ ഒരു ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ അധികാരമുണ്ട്. പക്ഷേ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടിയിരിക്കണം, ആ ഒരു കൃത്യമായിട്ടുള്ള അതോറിറ്റി പാർട്ട്നേഴ്സ് എല്ലാവരും എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുത്തിരിക്കണം. ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, വിഡ്രോവൽ ഓഫ് അതോറിറ്റി ഗിവൻ ടു പാർട്ട്നേഴ്സ് ഫോർ ഓപ്പറേഷൻ ക്യാൻ ബി വിഡ്രോൺ ബൈ എനി പാർട്ട്ണർ സിംഗിളി whether he has the authority to operate the account or not. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് വിഡ്രോവൽ ഓഫ് അതോറിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, 10 പേരുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേം. ഓക്കെ, 10 പേരുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമിന് എന്താണ്, രാമു എന്ന് പറയുന്ന ആൾ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ ഒരു അംഗമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ രാമുവിന് മാത്രമാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ബാങ്ക് അക്കൗണ്ട്, ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അയാളുടെ മാൻഡേറ്റ് ആണ് ബാങ്ക് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഇയാൾക്കാണ് ആ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടി ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടി എന്ത് ചെയ്യാൻ, ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും അതിൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം രാമുവിനാണുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, ബാക്കി എത്ര 9 പാർട്ട്നേഴ്സ് ഉണ്ട് അല്ലേ, ബാക്കി 9 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇനി ഇയാളുടെ ഈ ഒരു അതോറിറ്റി, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി വിഡ്രോ ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യാം, ബാക്കിയുള്ള 9 പേർക്കിൽ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു അതോറിറ്റി വിഡ്രോ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതാണ് പറയുന്നത്, എന്താണ്, വിഡ്രോവൽ ഓഫ് അതോറിറ്റി ഗിവൺ ടു പാർട്ട്ണർ ഓർ പാർട്ട്നേഴ്സ് ഫോർ ഓപ്പറേഷൻ ക്യാൻ ബി വിഡ്രോൺ ബൈ എനി പാർട്ട്ണർ. ഓക്കെ, ഒറ്റയ്ക്കാണെങ്കിലോ കൂട്ടത്തിലൂടെ ആണെങ്കിലോ എന്ത് ചെയ്യാം, ഈ രാമുവിനുള്ള അധികാരം വിഡ്രോ ചെയ്യാൻ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് അധികാരമുണ്ടെന്നാണ് പറയുന്നത്. അയാൾ എന്ത് ചെയ്യാൻ, അയാൾക്ക് അതോറിറ്റി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ എന്ത് ചെയ്യാം, അയാൾക്ക് ഇത് വിഡ്രോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇനി കൂട്ടത്തിൽ ഒരു കാര്യം ചെയ്യാം, രാമുവിന് മാത്രമല്ല, ഓക്കെ, രാമുവിനും സോമനും എന്തുണ്ട്, അധികാരമുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ 8 പേർക്ക് അധികാരമില്ല, 2 പേർക്ക് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ രാമുവിൻ്റെ അധികാരം എടുത്തു കളയാൻ സോമന് പറ്റും. ഓക്കെ, അയാൾക്ക് അതോറിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു അതോറിറ്റി, രാമുവിനുള്ള അതോറിറ്റി എടുത്തു കളയാൻ മറ്റെല്ലാ പാർട്ട്നേഴ്സിനും അതോറിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുത്തു കളയാനുള്ള അധികാരമുണ്ടെന്നാണ് കൃത്യമായിട്ട് പഠിച്ചു. ഓക്കെ, ഇനി എന്താണ്, വൺസ് ദിസ് അതോറിറ്റീസ് വിഡ്രോൺ, അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു അതോറിറ്റി എടുത്ത് കളയാണ്, രാമുവിൻ്റെ അതോറിറ്റി എടുത്ത് കളയാണ്, എന്ത്, ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള രാമുവിൻ്റെ അതോറിറ്റി എടുത്ത് കളയുകയാണെങ്കിൽ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ, തിരിച്ചത് രാമുവിന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, എല്ലാ പാർട്ട്നേഴ്സും ഒന്നുകൂടി അത് സൈൻ ചെയ്ത് മാൻഡേറ്റ് ആക്കി കൊടുത്താൽ മാത്രമേ ഈ ഒരു അധികാരം തിരിച്ച് രാമുവിന് കിട്ടത്തുള്ളൂ. അപ്പോൾ രാമുവിൻ്റെ കയ്യിലുള്ള, ഇല്ലെങ്കിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഓപ്പറേഷൻ എടുത്ത് മാറ്റാൻ മറ്റ് പാർട്ട്നേഴ്സിൽ ആർക്കെങ്കിലും ഒരാൾക്കായാലും കൂട്ടത്തോടെ ആയാലും എന്ത് ചെയ്യാൻ സാധിക്കും, അത് എടുത്ത് കളയാൻ സാധിക്കും. ഓക്കെ, പക്ഷേ എന്നാൽ അത് തിരിച്ചെന്ത് ചെയ്യണം, ആ ഒരു ഓപ്പറേഷൻ്റെ അധികാരം എന്ത് ചെയ്യണം, രാമുവിലേക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ആ ഒരാളിലേക്ക് കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ പാർട്ട്നേഴ്സും ചേർന്ന് തീരുമാനമെടുത്ത് ഒപ്പിട്ട് കറക്റ്റായിട്ട് അത് കൊടുത്താൽ മാത്രമേ അത് അയാളിലേക്ക് തിരിച്ച് റിസ്റ്റോർ ആവത്തുള്ളൂ എന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ, കൃത്യമായിട്ട് അത് പഠിച്ചു വയ്ക്കുക. ഇനി എന്താണ് പറയുന്നത്, ചെക്സ് പേയബിൾ ടു ദി ഫേം. നമ്മളിപ്പോൾ പഠിച്ചു, നമ്മൾ കമ്പനീസിൻ്റെ ബാങ്ക് അക്കൗണ്ട് പഠിച്ചു അല്ലേ, ഡയറക്ടറിൻ്റെയോ ഓഫീസറിൻ്റെയോ ഇല്ലെങ്കിൽ എന്താണ് ആ ഒരു കമ്പനിയിലുള്ള ഒഫീഷ്യലിൻ്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പഠിച്ചു, ക്രെഡിറ്റ് ചെയ്യാൻ, അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചു അല്ലേ. അത് ആ ഒരു കമ്പനിയുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യാനേ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ്, ചെക്സ് പേയബിൾ ടു ദി ഫേം ഓർ എൻഡോസ്ഡ് ടു ദി ഫേം cannot be credited to the personal account of the partner. ഓക്കെ, അപ്പോൾ പാർട്ണർഷിപ്പ് ഫേമിലായാൽ എന്താണ്, പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ചെക്ക്
ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറിൻ്റെ അക്കൗണ്ടിലേക്ക്, പേഴ്സണൽ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ബാങ്കിന് ഇല്ല എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കില്ല, ബാങ്കിന് ഇല്ല അല്ലേ. ബാങ്കിൻ്റെ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ടിലേക്ക് മാത്രമേ അത് ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു പാർട്ണറിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇനി എന്താണ് പറയുന്നത്, തേർഡ് പാർട്ടി മാൻഡേറ്റ്. എന്താണ് തേർഡ് പാർട്ടി മാൻഡേറ്റ്? അതോറിറ്റി ടു ഓപ്പറേറ്റ് ദി അക്കൗണ്ട് ക്യാൻ ബി ഗിവൺ ഇൻ ഫേവർ ഓഫ് എ തേർഡ് പേഴ്സൺ who is not a partner but it should be given by all partners. അപ്പോൾ എല്ലാ പാർട്ണർമാരും ചേർന്ന് എന്ത് ചെയ്യാം, ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ഉൾപ്പെടാത്ത ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള മാൻഡേറ്റ് കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ്, ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അംഗമാവണമെന്നില്ല, ഓക്കെ, ഒരു പാർട്ണർ ആവണമെന്നില്ല, അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള മാൻഡേറ്റ് എല്ലാ പാർട്ട്നേഴ്സും ചേർന്ന് സൈൻ ചെയ്താൽ മാത്രം ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കാം അല്ലേ. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു അംഗമല്ലാത്ത മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാൻഡേറ്റ് കൊടുത്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും. എന്നാൽ അത് എല്ലാ പാർട്ട്നേഴ്സും എന്ത് ചെയ്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി മാൻഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ചെയ്യണം, ആ ഒരു പാർട്ണർഷിപ്പിൽ വരുന്ന പാർട്ട്നേഴ്സിൽ ആർക്കായാലും അതെന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും അല്ലേ. അതിപ്പോൾ അയാൾക്ക് അതോറിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യാം, ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്, ഒരു ബാങ്ക് അക്കൗണ്ടിൽ നടക്കുന്ന പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ ഏതൊരു പാർട്ണറും എന്ത് ചെയ്യാം, അധികാരമുണ്ട് അല്ലേ. അപ്പോൾ എനി പാർട്ട്ണർ ക്യാൻ സ്റ്റോപ്പ് ദ പേയ്മെൻറ്റ് ഓഫ് എ ചെക്ക് ഇഷ്യൂഡ് ബൈ അനദർ പാർട്ട്ണർ. ഓക്കെ, അപ്പോൾ മറ്റൊരു പാർട്ട്ണർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്കിൻ്റെ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം ആ പാർട്ട്ണർഷിപ്പിൽ വരുന്ന മറ്റാൾക്കാർക്ക് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇൻ കേസ് ഓഫ് ഡെത്ത്, റിട്ടയർമെൻറ്റ് ഓർ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണറിൻ്റെ ഡെത്തോ റിട്ടയർമെൻറ്റോ ഇൻസോൾവൻസിയോ നടക്കുന്ന സമയം ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ്, ഓപ്പറേഷൻസ് ഇൻ ദ അക്കൗണ്ട് ഷുഡ് ബി സ്റ്റോപ്ഡ്. ഓക്കെ, അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻസ് എന്ത് ചെയ്യും, നിർത്തലാക്കും, ബാങ്ക് നിർത്തലാക്കും. ഓക്കെ, ഏത് കേസിലാണ്, അവിടുത്തെ ഏതെങ്കിലും ഒരു പാർട്ട്ണറിൻ്റെ ഇൻസോൾവൻസിയോ ഡെത്തോ റിട്ടയർമെൻറ്റോ സംബന്ധിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യും, ബാങ്ക് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ദ ബാങ്ക് ഷുഡ് ക്ലോസ് ദി എക്സിസ്റ്റിംഗ് അക്കൗണ്ട് അല്ലേ. ഇപ്പോൾ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ നിർത്തുകയും അത് ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഓപ്പൺ എ ന്യൂ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം. അപ്പോൾ ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്ത് പോവുകയാണ്, ഇല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയ അയാൾ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വാലിഡ് കോൺട്രാക്ട് പ്രകാരം ഒരു പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരെ അല്ലേ. ഇനി എന്ത് ചെയ്യും, അയാൾക്ക് ഡെത്ത് സംഭവിച്ചു അല്ലേ. ഡെത്ത് സംഭവിക്കുമ്പോഴെന്താണ്, അയാൾ പാർട്ട്ണർഷിപ്പിൽ നിന്നും അയാളുടെ ബന്ധം മുറിഞ്ഞു പോവുകയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന കേസുകളിൽ എന്ത് ചെയ്യും, ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം അയാൾ എന്താവുന്നു, ഇപ്പോൾ പാർട്ട്ണർ അല്ല, ഓക്കെ, പാർട്ട്ണർ അല്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യും, ഈ ഒരു ഫേമിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഒരു പുതിയ ഫേം പോലെ അതിനെ എന്ത് ചെയ്യും, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫേമിൻ്റെ പേരിലായിരിക്കും ഇനി പുതിയ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാങ്ക് തുറക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, റിട്ടയർമെൻറ്റ് ആയാലും ഇൻസോൾവൻസി ആയാലും ഡെത്തിൻ്റെ കേസിലായാലും ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യും, ബാങ്ക് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു എക്സിസ്റ്റിംഗ് അക്കൗണ്ടിൻ്റെ ആ ഒരു പ്രവർത്തനം നിർത്തുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പുതിയ ഫേം അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യും, പുതിയ അക്കൗണ്ട് തുടങ്ങി ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ അതിലേക്ക് മാറ്റുകയും ചെയ്യും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി എന്താണ് പറയുന്നത്, ചെക്സ് സൈൻഡ് ബൈ ഇൻസെയിൻ, ഇൻസോൾവൻ്റ് ആൻഡ് ഡെഡ് പാർട്ട്ണർ ഷുഡ് നോട്ട് ബി പെയ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, നേരത്തെ നമ്മൾ കമ്പനീസിൻ്റെ കാര്യത്തിൽ ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ച ഒരു ഓതറൈസ്ഡ് പേഴ്സൺ സൈൻ ചെയ്യുന്ന ചെക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം ബാങ്കിനുണ്ടല്ലേ. കാര്യം എന്താണ്, ആ ഒരു കമ്പനിക്ക് കൃത്യമായിട്ടുള്ള പെർപ്പച്വൽ സക്സഷൻ അല്ലെങ്കിൽ അതിന് തുടർച്ചയൊരു അവകാശം ഉള്ളതുകൊണ്ട് തന്നെ അതിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്നതിൽ, ഇല്ലെങ്കിൽ അതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഓപ്പറേഷൻ നടത്തുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, നിയമ തടസ്സമൊന്നുമില്ല. ഓക്കെ, പക്ഷേ എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇൻസെയിൻ ആയിട്ടുള്ള പാർട്ട്ണറോ അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആയ പാർട്ട്ണറോ അല്ലെങ്കിൽ മരണം സംഭവിച്ച പാർട്ട്ണറോ സൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ചെക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള അധികാരം ബാങ്കിനില്ല. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ കേസിൽ ഒരു ഡെത്ത് സംഭവിച്ചതോ ഇൻസൈൻ ആയിട്ടുള്ളതോ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ട്ണർ എന്ത് ചെയ്യാനുള്ള അധികാരമില്ല, അവർ സൈൻ ചെയ്തിട്ടുള്ള ചെക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം ബാങ്കിനില്ല. ആൻഡ് ഇൻസോൾവൻ്റ് സീസസ് ടു ബി എ പാർട്ട്ണർ ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ ഓഫ് അബ്ജുഡിക്കേഷൻ ആൻഡ് ഫേം ഇസ് നോട്ട് ലയബിൾ ഫോർ ഹിസ് ആക്ഷൻ അല്ലേ. അപ്പോൾ അയാൾ ഇൻസോൾവൻ്റ് ആണെന്ന് പറഞ്ഞ് എന്താണ് ഒരു വിധി ഇറങ്ങുന്ന ആ ദിവസം മുതൽ അയാൾ എന്താണ് ആ ഒരു
ഫേമിൻ്റെ പാർട്ട്ണർ അല്ലാതാവുകയും അയാൾ പിന്നെ ചെയ്യുന്ന എന്ത് ആക്ഷൻ തന്നെയായാലും അത് ഫേമിന് ലയബിലിറ്റി ഉണ്ടാക്കുന്നതല്ല എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇൻസോൾവൻസി ഓഫ് ദ ഫേം, ഈ ഫേം ഇൻസോൾവൻ്റ് ആയി പോകുക ഇല്ലെങ്കിൽ അതിനെ വൈൻഡപ്പ് ചെയ്യുന്ന അവസരം വരുന്ന അവസ്ഥ എന്താണെന്ന് നോക്കുക. ഓക്കെ, ഡ്യൂറിങ് ഇൻസോൾവൻസി ഓഫ് ദ ഫേം ദി അക്കൗണ്ട് ഓഫ് ദി ഫേം മസ്റ്റ് ബി സ്റ്റോപ്ഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ റിസീവിംഗ് ദി നോട്ടീസ് ഓഫ് ഇൻസോൾവൻസി, അല്ലേ? അപ്പോൾ ഒരു ഫേം മൊത്തത്തിൽ എന്തായി, ഇൻസോൾവൻ്റ് ആയിപ്പോയി. ഓക്കെ, ഇൻസോൾവൻസി ആയിപ്പോയെങ്കിൽ ആ ഒരു ഇൻസോൾവൻസി നോട്ടീസ് കിട്ടുന്ന ആ സമയം തന്നെ എന്ത് ചെയ്യണം, ബാങ്ക് ആ ഒരു ഫേമിൻ്റെ പേരിലുള്ള അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിന് ഇൻസോൾവൻസി ആയിപ്പോയി, അങ്ങനെ ഇൻസോൾവൻസി ആയിക്കഴിഞ്ഞാൽ ആ ഇൻസോൾവൻസിയുടെ നോട്ടീസ് കിട്ടുന്ന ആ നിമിഷം തന്നെ ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, ആ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫേമിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യണം, നിർത്തലാക്കണമെന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബാങ്ക് അത് ഓപ്പറേഷൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, പാർട്ട്ണർഷിപ്പ് ഫേംസിനെ പറ്റിയാണ്. പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ ഓപ്പറേഷനും അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ബാങ്ക് അത് അതിനുവേണ്ടി എടുക്കേണ്ട പ്രിക്കോഷൻസും എല്ലാം നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും സൈന് ബാങ്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം, അത് സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണെങ്കിൽ കൂടി. ഓക്കെ, KYC ഡോക്യുമെൻറ്റ്സിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്താണ്, ഓതറൈസ് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഓതറൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആളുടെ പേര് വിവരങ്ങളെല്ലാം അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമിൽ വേണമെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം എന്ത് നമ്മൾ പഠിച്ചു, ഈ ഒരു ഓതറൈസ് ചെയ്തിരിക്കുന്ന പേഴ്സൻ്റെ ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഓതറൈസ്ഡ് പേഴ്സണ് അല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, അത് സാധിക്കും, അല്ലേ? ഓതറൈസ്ഡ് പാർട്ണർ അല്ലെങ്കിൽ പോലും ഈ ഒരു ഓപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. അയാളുടെ അതോറിറ്റി എടുത്ത് കളയാനും അങ്ങനെ ഓതറൈസ്ഡ് അല്ലാത്തൊരു പേഴ്സണ് അധികാരമുണ്ട്. എന്നാൽ തിരിച്ചത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, എല്ലാ പാർട്ട്നേഴ്സും കൂടി ഒരുമിച്ച് സൈൻ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ എന്താണ്, ഇങ്ങനെ ഒരു ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ ഡെത്തോ അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഇൻസൈൻ ആയി പോവുകയോ ഒരു പാർട്ണർ ഇൻസൈൻ ആയി പോവുകയോ ചെയ്യുന്ന കേസുകളിലാണെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചു, അല്ലേ? ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഓപ്പറേഷൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ചെയ്ത് കൊടുത്ത് ഇല്ലെങ്കിൽ സൈൻ ചെയ്ത് കൊടുത്ത ചെക്ക് എന്ത് ചെയ്യില്ല, പേയ്മെൻറ്റ് ചെയ്യില്ല നമ്മൾ പഠിച്ചു. പുതിയൊരു ഫേമിൻ്റെ പേരിലായിരിക്കും പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. നമുക്കിപ്പോൾ ഈ ഒരു പാർട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കാവുള്ളൂ, അതിൻ്റെ അക്കൗണ്ട് ഓപ്പറേഷൻസിനെ പറ്റി കുറച്ച് കാര്യങ്ങളെ പഠിക്കാവുള്ളൂ. നമുക്ക് ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് വരുമ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ എങ്ങനെയൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് കണ്ടൻറ്റ് എല്ലാവരും പഠിക്കുക, നല്ലപോലെ പഠിക്കുക. താങ്ക് യു.